എല്ലാവർക്കും സ്വാഗതം. അലീന ആ ചേച്ചി ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകുന്നത് എൻ്റെ ചേട്ടനെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു പാവാണ്, അടുക്കളയിൽ മിച്ചം വരുന്ന സാധനം, വേസ്റ്റ് വരുന്ന സാധനമൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഈ അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയൊക്കെ എങ്ങനെയാണ് അടുക്കളയിൽ വേസ്റ്റ് വരുന്നത്, അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറയട്ടെ. അപ്പോൾ അതൊരു പാവാണ്, അതിനത്ര വരുമാനമൊന്നുമില്ല, നമ്മുടെ ഒരു സഹായം അങ്ങനെ കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഇത് കേണൽ സാബിനെ അറിയാവോ എന്ന് അലീന ചോദിക്കുമ്പോൾ ചെറിയ കാര്യത്തിനൊക്കെ എന്തിനാണ് കേണൽ സാബിനെ ബുദ്ധിമുട്ടിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പറയാറില്ല എന്ന് പറയട്ടെ. പിന്നീട് അലീന ശരി നിങ്ങളിപ്പോൾ വരുമല്ലോ എന്ന് വെച്ചിട്ട് അവിടുന്ന് പോവേ. പിന്നീട് പൗലോസും അതുപോലെ തന്നെ ആൻ്റപ്പ ചേട്ടനും കൂടെ സംസാരിക്കുകയാണ്, ഇത് നമുക്ക് പണിയാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻ്റപ്പ ചേട്ടൻ പറയുന്നുണ്ട്, അവൾ നിൻ്റെ ഏരിയയിലാണ് കണ്ണ് വെച്ചിട്ടുള്ളത് അടുക്കളയിൽ, അതുകൊണ്ട് നിൻ്റെ പണി പോവാതെ സൂക്ഷിച്ചോണം എന്ന് പറയട്ടോ. എൻ്റെ അടുക്കളയിൽ ആരെങ്കിലും കയറി പാചകം ചെയ്യണമെങ്കിൽ അതിന് ഞാൻ മരിക്കണം എന്നൊക്കെയാണ് കേട്ടോ പൗലോസ് പറയുന്നത്. അപ്പോൾ ആൻ്റപ്പ ചേട്ടൻ കളിയാക്കിക്കൊണ്ട് പറയും, അതങ്ങനെ കരുനാക്കി വിളിച്ച് പറയാതെ, ചിലപ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നീട് അലീന വീടൊക്കെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈജു അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നോക്കുന്നതെന്ന്. ഞാൻ ഈ വീടും പരിസരമൊക്കെ ഒന്ന് കാണുമായിരുന്നു എന്ന് പറയട്ടെ അലീന. അപ്പോൾ അത് നേരത്തെ ആൻ്റപ്പ ചേട്ടൻ കൊണ്ട് കാണിച്ചതല്ലേ എന്ന് ബൈജു ചോദിക്കും. ഒരാൾക്ക് ഒരു തവണ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് അലീന ചോദിക്കുമ്പോൾ ബൈജു പറയുന്നുണ്ട്, അങ്ങനെയല്ല, എനിക്ക് എന്തെങ്കിലും ചോദിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ചോദിച്ചതാണെന്ന് പറയും. അപ്പോൾ ചേട്ടൻ്റെ പേര് ബൈജു എന്നാണല്ലേ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ എന്നെ ചേട്ടൻ എന്നൊന്നും വിളിക്കേണ്ട എന്ന് പറയൂ കേട്ടോ, എനിക്കത്ര പ്രായമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്നെക്കാളും പ്രായം കുറവാണോ എന്ന് അലീന എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയല്ല, അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ കാണും, എന്നാലും എന്നെ ബൈജു എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിങ്ങനെ കൊച്ചാക്കി വിളിച്ചതൊന്നല്ല, ഞാൻ ബഹുമാനം കൊണ്ട് വിളിച്ചതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന കുഞ്ഞ് നേരത്തെ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ കുഞ്ഞേന്നൊന്നും വിളിക്കേണ്ട, ഞാൻ കുഞ്ഞല്ലല്ലോ എന്ന് പറയുമ്പോൾ ബൈജുൻ തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഞാനും ബഹുമാനം കൊണ്ട് വിളിച്ചതാണെന്ന്. ശരിക്കും ബഹുമാനം ഉണ്ടോ എന്ന് അപ്പോൾ അലീന എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനയോട് ബൈജു പറയും, ഉണ്ടെന്നേ, കേണൽ സാബിൻ്റെ മോളല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നീട് അലീനയോട് നേരത്തെ എവിടെയായിരുന്നു അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, പാലായിലായിരുന്നു എന്ന് പറയുമ്പോൾ പാലായിലായിരുന്നു ഓർഫനേജിലായിരുന്നു എന്നൊക്കെ അറിഞ്ഞല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴാട്ടോ അലീന പറയുന്നത്, ഓർഫനേജിലായിരുന്നു, പക്ഷേ അത് പാലായിലല്ല, തിരുവനന്തപുരത്ത് കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. പാലായിൽ ഞാൻ ഒരു മുത്തശ്ശീനെ നോക്കാൻ വേണ്ടി വന്നതാണ്, പിന്നീട് അവിടുത്തെ വീട്ടുവേലക്കാരിയായി, അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികളുടെ ചേച്ചിയായി, അവിടുത്തെ അച്ഛൻ്റെ മകളായി, അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ എത്തി എന്ന് പറയട്ടെ. അപ്പോൾ അവിടെ ആയിരുന്ന സമയത്ത് എന്തെല്ലാം ജോലി ചെയ്യായിരുന്നു എന്ന് ബൈജു ചോദിക്കുമ്പോൾ എല്ലാ ജോലിയും ചെയ്യും, പാത്രം കഴുകും, വീട് തൂത്ത് തുടയ്ക്കും, അലക്കും, എല്ലാ ജോലിയും ചെയ്യും എന്ന് പറയും കേട്ടോ. അപ്പോൾ ബൈജു ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കണ്ടാൽ അങ്ങനെ പറയത്തില്ല. അപ്പോൾ അലീനയാണെങ്കിലും ബൈജുവിനോട് പറയുന്നുണ്ടായിരുന്നു, പുറമേ കാണുന്ന പോലെയല്ലല്ലോ ആളുകൾ, പലതരം ആളുകളില്ലേ, പുറമേ ചിലപ്പോൾ നമ്മളോട് സ്നേഹമായിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ ഉള്ളിൽ ഭയങ്കര വെറുപ്പായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ സഹായിക്കാനായിട്ട് ഓടി വരും, എന്നിട്ട് പിന്നെ അകത്ത് നമ്മളെ തകർക്കാനുള്ള വഴിയായിരിക്കും അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ഓരോ തരം മനുഷ്യരല്ലേ എന്നൊക്കെ ഇങ്ങനെ അലീന പറയൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ബൈജു അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അതിന് മുന്നേ ബൈജുവിനോട് അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ കേണൽ സാബിൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബൈജു ചേട്ടന് ചെറിയൊരു സംശയം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. അത് പിന്നീട് ബൈജു ആണെങ്കിൽ നേരെ പൗലോസ് ചേട്ടൻ്റെ അടുത്തേക്കാണ് കേട്ടോ ചെന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയുകയാണ്, ആ പെണ്ണ് വെറും തറയാണ് എന്ന്. അപ്പോൾ അത് കേണൽ സാബിൻ്റെ മകളല്ലേ, നീ ഒന്നും മിണ്ടാതിരുന്നേ എന്നിങ്ങനെ പൗലോസ് ചേട്ടൻ പറയുമ്പോൾ അവൾ വലിയ കോപ്പാണ്, അതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ പറഞ്ഞ ഒരു കള്ളത്തരാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. അവൾ നേരത്തെ പാലായിൽ വീട്ടിൽ ജോലിക്കായിരുന്നു നിന്നിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, വീട്ടുവേലക്കാരിയായിട്ടാണ് നിന്നിരുന്നതെന്ന് പറയുമ്പോൾ പൗലോസ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ നിനക്ക് എങ്ങനെയാണ് അറിയാമെന്ന്. അവളോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു എന്നേ, അവളിങ്ങനെ കുറേ ഒഴിഞ്ഞു മാറാൻ നോക്കി, പക്ഷേ ഞാൻ അവളോട് ഓരോന്ന് ചോദിച്ച് അവളുടെ ഉള്ളിലുള്ളതെല്ലാം അങ്ങ് പുറത്തെടുത്തു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞതാണ്, ആ വീട്ടിൽ ഇങ്ങനെ ജോലിക്ക് നിന്നിരുന്ന സമയത്ത് അവൾ ഇങ്ങനെ വീട് തൂത്ത് തുടയ്ക്കുകയും പാത്രം കഴുകി അലക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിന് നമ്മൾ ഇവിടെ പറയുന്ന പേര് തന്നെയല്ലേ ഇങ്ങനെ വേലക്കാരി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കേണൽ സാബിൻ്റെ മകളാണെങ്കിൽ പിന്നെ അവൾ ഇങ്ങനെ വീട്ടുവേലയ്ക്ക് നിൽക്കേണ്ട കാര്യമുണ്ടോ, അതുപോലെ തന്നെ ഓർഫനേജിലാണ് അവൾ കഴിഞ്ഞിരുന്നതെന്നും പറഞ്ഞു. അപ്പോൾ കേണൽ സാബിൻ്റെ മകൾ ഓർഫനേജിൽ കഴിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇത് ആ പാലാക്കാരൻ ഇങ്ങനെ ആണ് ആ പെണ്ണിനെ ഇതുവരെ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ കേണൽ സാബുമായിട്ട് എന്തോ ഒരു ടൈപ്പ് ഉണ്ടായപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. അവരവിടെ അച്ഛനും മകളുമാണ് നാടകം കളിച്ചത്. അപ്പോൾ അതവിടെ ഭയങ്കര സക്സസ് ആയി. അപ്പോൾ അതന്നെ ഇവിടെയും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞു കൊടുത്ത ബുദ്ധിയായിരിക്കും ഇത് എന്നൊക്കെ പറയാനായിട്ട്. അച്ഛനും മകളും എന്ന് പറയുമ്പോൾ ആർക്കും സംശയമൊന്നും തോന്നില്ലല്ലോ, അത് ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. പിന്നീട് ഇനിയിപ്പോൾ അതൊക്കെ തെളിയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ DNA ഒക്കെ എടുത്ത് വരാൻ കുറേ സമയം എടുക്കുമല്ലോ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിതൊന്നും വിട്ടു കൊടുത്താൽ പറ്റില്ലല്ലോ എന്ന് പൗലോസ് ചേട്ടനും പറയുകയാണ് കേട്ടോ. ഇത് ആരെങ്കിലും അറിയിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കേണൽ സാബിൻ്റെ ഭാര്യ വീട്ടുകാരെയും അതുപോലെ തന്നെ ബന്ധുക്കളെ അറിയിക്കാമെന്ന് പറയുമ്പോൾ, പറഞ്ഞിട്ട് എന്താ കാര്യം, ഒറ്റ എണ്ണ ഇങ്ങോട്ട് വരില്ലല്ലോ ഇവിടുത്തെ മുടിഞ്ഞ പട്ടികളെ പേടിച്ച് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടിച്ചായനെ വിളിച്ച് കാര്യം പറയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൗലോസും പറയുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ തന്നെ വിളിക്കുന്നത്. അങ്ങനെ പിന്നെ ബൈജു കുട്ടിച്ചായനെ വിളിക്കുകയാണ് കേട്ടോ.
സ്റ്റാൻലിയുടെ അച്ഛനാണ് കുട്ടിച്ചായൻ. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. ബൈജു ഇതെല്ലാം പറയുന്ന സമയത്ത് എന്തായാലും കോള് കട്ട് ചെയ്യും ഇത്രയും പറഞ്ഞിട്ട്. പിന്നീട് കൃഷ്ണേനെയും ബബിതനെയാണ് കാണിക്കുന്നത്. അവർ സിറ്റ് ഔട്ടിലിരുന്ന് ചായയോ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബബിത കൃഷ്ണയ്ക്ക് സ്നാക്സ് കൊണ്ടു കൊടുക്കുന്ന സമയത്താണ് ചോദിക്കുന്നത് അമ്മയ്ക്ക് ചായ കൊടുത്തോന്ന്. അപ്പം അമ്മയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അമ്മ അവിടെ കണക്കോ കാര്യങ്ങളോ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ബബിത പറയുമ്പോൾ കൃഷ്ണമോള് പറയാണ് ഇങ്ങനെ അമ്മ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ബബിതേച്ചി ഇങ്ങനെ കൂടുതലായിട്ടൊന്നും അമ്മേനോട് പറയാൻ പോവേണ്ട എന്ന് പറയട്ടെ. അപ്പം ബബിത പറയുന്നുണ്ടായിരുന്നു എന്നോട് ചൊറിയാൻ വന്നാൽ ഞാൻ തിരിച്ച് നല്ലോണം അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെ ജൂനിയർ വൈജയന്തി സീനിയർ വൈജയന്തി ആയിട്ട് ഏറ്റുമുട്ടാനുള്ള പരിപാടിയാണല്ലേ എന്ന് പറയാം. അപ്പം അച്ഛനെന്ന് വരുന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് കാണാനില്ലല്ലോ എന്നിങ്ങനെ ബബിത പറയുമ്പോൾ എന്തായാലും എത്താറായിട്ടുണ്ടാവും, ഇനിയിപ്പോൾ അച്ഛൻ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് വന്നാൽ അത്രയും സമാധാനം ഉണ്ടാവുമല്ലോ എന്നാണ് കേട്ടോ കൃഷ്ണമോള് പറയുന്നത്. അപ്പോഴേക്കും ബാലേന്ദ്രൻ വരുന്നുണ്ടായിരുന്നേ. ബാലേന്ദ്രൻ വന്ന് കയറിയ ഉടനെ തന്നെ ഇവരാണെങ്കിൽ അലീനയുടെ വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കാത്തു നിൽക്കുകയാണ് കേട്ടോ. ബബിതയും കൃഷ്ണമോളും മാറി മാറി ചോദിക്കുന്നുണ്ട് അലീന ചേച്ചിനെ എവിടെയാണ് കൊണ്ടുവിട്ടത്, അലീന ചേച്ചിക്ക് എന്താ അച്ഛൻ പോകുന്ന സമയത്ത് സങ്കടമായില്ലേ, അതുപോലെ തന്നെ അവിടെ എന്ത് ജോലിയാണ് അലീന ചേച്ചിക്ക് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ചേച്ചിക്ക് അവിടെ ജോലിയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്, അവിടെ എല്ലാ ജോലിയും ചെയ്യാനുള്ള ജോലിക്കാരൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാ ചേച്ചിനെ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചേച്ചിക്ക് സങ്കടമായില്ലേ എന്നുള്ള ഓരോന്നും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാലേന്ദ്രനൊന്നും പറയുന്നില്ലല്ലോ. അപ്പം അച്ഛൻ എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ പറയാനുള്ള അവസരം നിങ്ങൾ തരണ്ടേ, ഇനിയിപ്പോൾ അത് നിങ്ങളുടെ എല്ലാ ചോദ്യവും കഴിഞ്ഞിട്ട് ഞാനങ്ങ് പറയാമെന്ന് വിചാരിച്ചു, ഇനിയിപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ആഡ് ചെയ്തോന്ന് പറയട്ടോ. അപ്പം ഇനിയൊന്നുമില്ല അച്ഛൻ പറഞ്ഞു എന്ന് പറയേ. പിന്നീട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അലീനേനെ കൊണ്ട് വിട്ട് പോരുന്ന സമയത്ത് അലീനയ്ക്കും നല്ല സങ്കടമായി, അതുപോലെ തന്നെ ബാലേന്ദ്രനും സങ്കടമായി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛൻ പിന്നീട് അലീന ചേച്ചീനെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടില്ല, നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാലോ എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും അലീന ചേച്ചി അവിടെ സേഫ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ബബിത. അപ്പോൾ അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിലവിലിപ്പോൾ നമ്മുടെ വീടിനേക്കാളും സേഫ് ആയിട്ടുള്ള സ്ഥലം വേറെ ഇല്ല എന്ന് പറയും. ഇനിയിപ്പോൾ അവൾ ആ വീടും വീട്ടുകാരും ഒക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ട് അതുമായിട്ട് അങ്ങ് ശീലിച്ചോളും, അപ്പോൾ പിന്നെ നമ്മളെയൊക്കെ മറന്നോളും എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അലീന ചേച്ചി മറക്കത്തില്ല എന്നിങ്ങനെ ബബിത പെട്ടെന്ന് പറയട്ടോ. അങ്ങനെയാണോ എന്ന് ചോദിക്കും ബാലേന്ദ്രൻ. അങ്ങനെയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. എന്നിട്ട് അച്ഛൻ ഭക്ഷണം കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ വന്നാൽ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചെന്നെ പോന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അമ്മ വന്നു എന്ന് അറിഞ്ഞല്ലോ, എന്താ വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് അമ്മ അമ്മയായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന്. അപ്പോൾ കൈതയ്ക്കൽ ഇങ്ങനെ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ മകൾ വൈജയന്തി ആയിട്ട് തന്നെയാണല്ലേ തിരിച്ചു വന്നത്, എന്തായാലും ഇനിയിപ്പോൾ അകത്തേക്ക് അങ്ങ് നിങ്ങളുടെ അമ്മയ്ക്ക് എന്നോട് ഒരുപാട് ചോദിക്കാനുണ്ടാവുമല്ലോ, എനിക്ക് പറയാനും ഉണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും നീട്ടി വെക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറും കേട്ടോ. ബാലേന്ദ്രൻ നേരെ മുകളിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് വൈജയന്തി കറക്റ്റായിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഇത്രയും സമയം എവിടെയായിരുന്നു, ഈ കൊളത്തുപുഴ എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനെ അന്റാർട്ടിക്കയിലൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അവളെ ഇന്നാണോ കൊണ്ടുവിട്ടത് അതോ ഇന്നലെയാണോ കൊണ്ടുവിട്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ വൈജയന്തിനോട് ചോദിക്കുകയാണ് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ, ഇത്രയും ദിവസം എവിടെയായിരുന്നു, നീ ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ നിന്റെ പിറകെ ഒന്നും അന്വേഷിച്ചിട്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു, ആരുടെ കൂടെ ആയിരുന്നു എന്നൊന്നും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അന്വേഷിക്കണമായിരുന്നു, അങ്ങനെയാണ് ഭർത്താക്കന്മാർ ചെയ്യേണ്ടത് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ എനിക്ക് എൻ്റെ ഭർത്താവ് എവിടെയായിരുന്നു എന്ന് അറിയണം. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് അവളെ ഇന്നലെയാണോ ഇന്നാണോ കൊണ്ടുവിട്ടത് എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെനിക്ക് പറയാൻ മനസ്സില്ലാന്ന്. പറയാൻ മനസ്സ് കാണില്ല, കള്ളത്തരം അങ്ങനെ മനസ്സിൽ ഒളിപ്പിക്കുന്നവർക്കാണല്ലോ അത് പറയാൻ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അത് ശരിയാണ്, മനസ്സിൽ കള്ളത്തരം ഉള്ളവർക്ക് തന്നെയായിരിക്കും പറയാൻ ബുദ്ധിമുട്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതെന്താ ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും കള്ളത്തരം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണോ ബാലേന്ദ്രൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കൂ കേട്ടോ വൈജയന്തി. അപ്പോൾ അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോള് കയറിയിട്ട് ഇങ്ങനെ വൈജയന്തിനോട് ദേഷ്യപ്പെട്ടു കേട്ടോ. അമ്മയ്ക്ക് എന്താ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ടോ, ഒരു ദിവസം രാത്രിയിൽ കാറും എടുത്തുകൊണ്ട് പോയതിന് ഇങ്ങനെ അനുഭവിച്ചതല്ലേ, 2 മാസം ഹോസ്പിറ്റലിൽ കിടന്ന്, അത് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിപ്പോയി, എന്നിട്ടിപ്പോൾ കയറി വന്ന് അച്ഛനെ ചോദ്യം ചെയ്യുന്നു, അമ്മയ്ക്ക് അതിനുള്ള ഒരു ഇതുമില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങളും ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ എവിടെയെല്ലാം പോയിട്ടുണ്ട്, അമ്മ പോയ ശേഷം കുറേ ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്, അന്ന് അമ്മയ്ക്ക് ഇതൊന്നും ചോദിക്കാൻ പറയുമെന്ന് വേണ്ടായിരുന്നല്ലോ, അച്ഛൻ ഇങ്ങനെ എവിടെയെങ്കിലും പോയാൽ അത് ചോദ്യം ചെയ്യാനിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ് നീ ആരാടി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, ഇങ്ങനെ നിന്നെ ഇങ്ങനെ പ്രസവിച്ചത് ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു ഞാൻ ആരെയും ക്വസ്റ്റ്യൻ ചെയ്തതൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞതാണ്, അല്ലെങ്കിൽ അമ്മയുടെ വാക്കിന് ഇവിടെ ഒരു വിലയില്ല, ഇനിയിപ്പോൾ ഉള്ള വിലയും കൂടി കളയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും പിന്നീട് മുകളിലേക്ക് അങ്ങ് കയറി പോവേ, വൈജയന്തി ആണെങ്കിലും അവിടെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ബബിത ഇങ്ങനെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ വൈജയന്തിനോട് ചോദിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. പിന്നീട് വൈജയന്തി ആണെങ്കിലും ഒരു സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വൈജയന്തിൻ്റെ വാക്കിന് വിലയില്ലാന്ന് ഇപ്പം തന്നെ വൈജയന്തിക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് പിന്നീട് അലീനയാണ് കാണിക്കുന്നത്.
പറയുന്നത് അലീന രേവതിക്കുട്ടീനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഇങ്ങനെ യാത്ര അങ്ങനെ അലീന പോവാണെന്ന് പറയാതെ പോയതിൻ്റെ ഒരു വിഷമം പരിഭവമൊക്കെ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അലീന പറയും, ഞാൻ രോഹിത്തിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണല്ലോ പോകുന്നത്, അവൻ എൻ്റെ കുഞ്ഞനിയനല്ലേ, അവനെല്ലാം നിന്നോട് പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടിനോട് ചോദിക്കുമ്പോൾ എല്ലാം ഒന്നും പറഞ്ഞില്ല, അലീന ചേച്ചി പോയി, അവർക്ക് എല്ലാവർക്കും സങ്കടമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിന്നെ വിളിച്ചാലും എനിക്കും അത്രയ്ക്ക് തന്നെയല്ലേ നിന്നോട് പറയാനുള്ളൂ, പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞതാ നിൻ്റെ അടുത്തൂടെ വരാമെന്നുള്ളത്. അപ്പം അച്ഛനെ പറഞ്ഞത് അതൊക്കെ വലിയ ഇങ്ങനെ മെനക്കെടാണ്, വളഞ്ഞ് തിരിവാണ് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അച്ഛനാണെന്ന് പറയും. എന്നാ വളവ്, ആ സ്റ്റിയറിംഗ് പിടിച്ച് വളച്ചാൽ പോലെ ഇങ്ങോട്ട് എത്തില്ലേ എന്ന് പറയും. നിനക്കിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കേൾക്കണോ അതോ നീ തർക്കിക്കാൻ നിൽക്കുകയാണോ എന്ന് നോക്കിയിട്ട്. അപ്പോൾ ആ ചേച്ചി പറയും, വലിയ വീടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനായിട്ട് എല്ലാം പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. ഇത് വലിയൊരു വീടാണ്, എസ്റ്റേറ്റ് ബംഗ്ലാവാണ്, ഒരു ഇങ്ങനെ റിട്ടയർഡ് കേണലിൻ്റെ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ. അച്ഛനത് ഇങ്ങോട്ട് പോരുന്ന സമയത്താണ് എന്നോട് പറഞ്ഞത്, ഇനി ഈ വീടിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് അറിഞ്ഞാൽ നീ ഞെട്ടും എന്ന് പറയട്ടെ. പിന്നെ ഞൊട്ടും ചേച്ചി പറയാമെന്ന് പറയേ. അപ്പോൾ അങ്ങനെ ആഗ്രയിൽ വെച്ച് ഇങ്ങനെ വൈജയന്തിനെ സ്നേഹിച്ചിരുന്ന ആളാണ് സ്റ്റാൻലി ജോസഫ് എന്ന് രേവതിക്കുട്ടിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയും, അത് സ്റ്റാൻലി ജോസഫിൻ്റെയും വൈജയന്തിയുടെയും മകളാണ് ഞാൻ, എൻ്റെ സ്വന്തം പപ്പയാണ് സ്റ്റാൻലി ജോസഫ്. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ എൻ്റെ സ്വന്തം പപ്പയെ കണ്ടുപിടിച്ച് എന്നെ ഇവിടെ എത്തിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുകയാണ്, അപ്പോൾ പപ്പ ആദ്യമായിട്ടല്ലേ മോളെ കാണുന്നത്, എന്നിട്ട് ചേച്ചീനെ കണ്ടപ്പോൾ മോളെ എന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിച്ചോ, ചേച്ചി കാര്യങ്ങൾ പറയും, എനിക്കിങ്ങനെ ആകെ ശ്വാസം മുട്ടുകയാണ് എന്നിങ്ങനെ പറയൂട്ടോ രേവതിക്കുട്ടി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.